സ്റ്റുഡൻസ്, ഇപ്പോൾ ഹാബിറ്ററ്റ് ടെക്നോളജിയിലെ കഴിഞ്ഞ സെക്ഷനിൽ നമ്മൾ ഡിസ്കസ് ചെയ്തത് എന്താണ് ക്ലൈമറ്റോളജി എന്താണെന്ന് പറഞ്ഞു, മെട്രോളജി എന്താണെന്ന് പറഞ്ഞു, അതേപോലെ ക്ലൈമറ്റും വെതറും തമ്മിലുള്ള ഡിഫറൻസ് എന്തൊക്കെയാണെന്ന് പറഞ്ഞു. പിന്നെ രണ്ട് ടോപ്പിക്, അതായത് മാക്രോ ക്ലൈമറ്റ് ആൻഡ് മൈക്രോ ക്ലൈമറ്റ് എന്താണ്, അത് തമ്മിലുള്ള ഡിഫറൻസ് എന്താണെന്ന് ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇനി പഠിക്കാൻ പോകുന്നത് എലമെൻറ്റ്സ് ഓഫ് വെതർ ആൻഡ് ക്ലൈമറ്റ്, വെതറിൻ്റെയും ക്ലൈമറ്റിൻ്റെയും എലമെൻറ്റ്സുകൾ എന്താണ്, അതേപോലെ വാട്ട് ആർ ദി ഫാക്ടേഴ്സ് എഫക്റ്റിംഗ് ക്ലൈമറ്റ് എന്ന് പറയുന്നത്, ക്ലൈമറ്റിനെ എഫക്റ്റ് ചെയ്യുന്ന ഫാക്ടേഴ്സുകൾ എന്തൊക്കെയാണ്, ഇതാണ് ഇനി ഈ സെക്ഷനിൽ ഡിസ്കസ് ചെയ്യുന്നത്. അപ്പോൾ എന്താണ് ഡീറ്റെയിൽ ആയിട്ട് എലമെൻറ്റ്സ് എന്താണ്, ഫാക്ടേഴ്സ് എന്തൊക്കെയാണെന്ന് നോക്കാം എന്തൊക്കെയാണെന്നുള്ളത്. ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്ന ഫസ്റ്റ് ടോപ്പിക്ക് എലമെൻറ്റ്സ് ഓഫ് വെതർ ആൻഡ് ക്ലൈമറ്റ് ആണ്. എന്തൊക്കെയാണ് വെതറിൻ്റെയും ക്ലൈമറ്റിൻ്റെയും എലമെൻറ്റ്സുകൾ ഏതൊക്കെയാണ്? ഇപ്പോൾ ഒരു അറ്റ്മോസ്ഫിയറിൻ്റെ കണ്ടീഷൻ ഏതൊരു സ്ഥലത്തും അല്ലെങ്കിൽ ഏതൊരു പ്ലേസിലും എന്താണ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുറേ എലമെൻറ്റ്സുകളുടെ കോമ്പിനേഷൻ കൂടി ചേർന്നാൽ മാത്രമേ നമുക്ക് അറ്റ്മോസ്ഫിയറിൻ്റെ ഒരു കണ്ടീഷൻ പറയാൻ പറ്റുള്ളൂ. അപ്പോൾ ഏതൊക്കെ എലമെൻറ്റ്സുകൾ കൂടി ചേർത്തിട്ടാണ് ഒരു അറ്റ്മോസ്ഫിയറിൻ്റെ കണ്ടീഷൻ പറയുന്നത്, അല്ലെങ്കിൽ വെതറിൻ്റെയോ ക്ലൈമറ്റിൻ്റെയോ എലമെൻറ്റ്സുകൾ ഏതൊക്കെയാണെന്ന് നോക്കാം. ഫസ്റ്റ് വൺ ടെമ്പറേച്ചറാണ്. എന്താണ് വെതറിൻ്റെയും ക്ലൈമറ്റിൻ്റെയും ഫസ്റ്റത്തെ എലമെൻ്റ് എന്ന് പറയുന്നത് ടെമ്പറേച്ചറാണ്. ടെമ്പറേച്ചർ നിങ്ങൾക്ക് അറിയാം അല്ലേ? ടെമ്പറേച്ചർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണത്? ടെമ്പറേച്ചർ എന്ന് പറഞ്ഞാൽ എന്താണ്? ഇറ്റ് ഈസ് എമൗണ്ട് ഓഫ് ഹീറ്റ് എനർജി ദാറ്റ് ഈസ് ഇൻ ദി എയർ. എയറിലുണ്ടാകുന്ന ഹീറ്റ് എനർജീൻ്റെ എമൗണ്ടിനെയാണ്, അതായത് എത്രമാത്രം ചൂടുണ്ട് അതിൻ്റെ ആ ഒരു അളവ്, എയറിലുള്ള ചൂടിൻ്റെ അളവിനെയാണ് എന്താ പറയുന്നത്? ടെമ്പറേച്ചർ അല്ലേ? അല്ലെങ്കിൽ എന്താണ്? ഡിഗ്രി ഓഫ് ഹോട്ട്നെസ് ഓർ കോൾഡ്നെസ് ഓഫ് ദി അറ്റ്മോസ്ഫിയർ. അറ്റ്മോസ്ഫിയറിലെ ഹോട്ട്നെസ്സിൻ്റെയോ കോൾഡ്നെസ്സിൻ്റെയോ ആ എത്രമാത്രം ഡിഗ്രി ഉണ്ട്. ഹോട്ട്നെസ്, ആ ചൂടാണെങ്കിൽ എത്രയാണ്, അല്ലെങ്കിൽ തണുപ്പ് തണുപ്പാണെങ്കിൽ എത്രയാണ് അല്ലേ? അതായത് ഹീറ്റ് കൂടുതലാണെങ്കിൽ അത് ഹോട്ടായിരിക്കും, ഹീറ്റ് കുറവാണെങ്കിൽ എന്തായിരിക്കും? കോൾഡ് അറ്റ്മോസ്ഫിയർ ആണ് എന്ന് നമുക്ക് പറയാം. അപ്പോൾ ടെമ്പറേച്ചർ ഇറ്റ് ഇസ് എ എമൗണ്ട് ഓഫ് ഹീറ്റ് എനർജി ദാറ്റ് ഈസ് ഇൻ ദി എയർ. എയറിലുണ്ടാകുന്ന ഹീറ്റ് എനർജിൻ്റെ എമൗണ്ടാണ് ടെമ്പറേച്ചർ എന്ന് പറയുന്നത്. സെക്കൻഡ് പോയിന്റ് പറയുന്നത് ഇറ്റ് ഈസ് കോമൺലി മെഷേർഡ് ഇൻ സെൽഷ്യസ് ഓർ ഫാരൻഹീറ്റ്. ടെമ്പറേച്ചർ മെഷർ ചെയ്യുന്നത് സെൽഷ്യസ് അല്ലെങ്കിൽ ഫാരൻഹീറ്റിലാണ് എന്ന് പറയാം. ഇറ്റ് ഇൻഫ്ലുവൻസസ് അതർ എലമെൻറ്റ്സ് ഓഫ് വെതർ സച്ച് ആസ് precipitation, ഹ്യൂമിഡിറ്റി, ക്ലൗഡ്സ് ആൻഡ് അറ്റ്മോസ്ഫിയറിക് പ്രഷർ. ടെമ്പറേച്ചർ മറ്റ് വെതറിൻ്റെ മറ്റ് എലമെൻറ്റ്സുകളെയും സ്വാധീനിക്കുന്നുണ്ട്, ഇൻഫ്ലുവൻസ് ചെയ്യുന്നുണ്ട്. ഏതിനൊക്കെയാണ്? precipitation എന്ന് പറയുന്ന വേറൊരു എലമെൻറ്റിനെ, ഹ്യൂമിഡിറ്റി എന്ന് പറയുന്ന വേറൊരു എലമെൻറ്റിനെ, ക്ലൗഡ്സ് ആൻഡ് അറ്റ്മോസ്ഫിയറിക് പ്രഷർ, ഇതിനെയും എന്ത് ചെയ്യുന്നുണ്ട്? ഈ ടെമ്പറേച്ചർ ഇൻഫ്ലുവൻസ് ചെയ്യുന്നുണ്ട്, സ്വാധീനിക്കുന്നുണ്ട് എന്ന് പറയാൻ പറ്റും. അപ്പോൾ ടെമ്പറേച്ചർ എന്ന് പറയുന്ന എലമെൻ്റ് എടുത്തു കഴിഞ്ഞാൽ അത് എമൗണ്ട് ഓഫ് ഹീറ്റ് എനർജി, എയറിലുണ്ടാകുന്ന ഹീറ്റ് എനർജിൻ്റെ എമൗണ്ടിനെയാണ് ടെമ്പറേച്ചർ എന്ന് പറയുന്നത്. അത് കോമൺലി മെഷർ ചെയ്യുന്നത് സെൽഷ്യസ് അല്ലെങ്കിൽ ഫാരൻഹീറ്റിലായിരിക്കും. അത് മറ്റ് എലമെൻറ്റ്സുകളെയും എന്ത് ചെയ്യുന്നുണ്ട്? ഇൻഫ്ലുവൻസ് ചെയ്യുന്നുണ്ട്. precipitation, ഹ്യൂമിഡിറ്റി, ക്ലൗഡ്സ് ആൻഡ് അറ്റ്മോസ്ഫിയറിക് പ്രഷറിനെയും ഈ ടെമ്പറേച്ചർ എന്ന് പറയുന്ന ഒരു എലമെൻറ്റ് സ്വാധീനിക്കുന്നുണ്ട് എന്ന് പറയാം. അടുത്ത ഒരു എലമെൻറ്റ് എന്ന് പറയുന്നത് സോളാർ റേഡിയേഷനാണ്. അപ്പോൾ ഫസ്റ്റ് എലമെൻറ്റ് ടെമ്പറേച്ചർ പറഞ്ഞു, സെക്കൻഡ് എലമെൻറ്റ് സോളാർ റേഡിയേഷനാണ്. എന്താണ് സോളാർ റേഡിയേഷൻ നോക്കാം. ദ സൺ എമിറ്റ് എനർജി ഇൻ ദി ഫോം ഓഫ് ഇലക്ട്രോമാഗ്നറ്റിക് വേവ്സ് ആർ ട്രാവൽ വിത്ത് ദി സ്പീഡ് ഓഫ് ലൈറ്റ്. സൺ എന്ത് ചെയ്യുന്നു? എനർജി എമിറ്റ് ചെയ്യുന്നു. ഏത് ഫോമിലാണ്? ഇലക്ട്രോമാഗ്നറ്റിക് വേവ്സിൻ്റെ ഫോമിലാണെന്ന് പറയാം. അത് ട്രാവൽ ചെയ്യുന്നത്, അതായത് സണ്ണിൽ നിന്ന് എന്ത് ചെയ്യുന്നുണ്ട്? എനർജി എമിറ്റ് ചെയ്യുന്നുണ്ട്. അത് എന്തിൻ്റെ ഫോമിലാണ്? ഇലക്ട്രോമാഗ്നറ്റിക് വേവ്സിൻ്റെ ഫോമിലാണ്. അത് സ്പീഡ് ഓഫ് ലൈറ്റിൻ്റെ സ്പീഡിലാണ് എന്ത് ചെയ്യുന്നത്? ട്രാവൽ ചെയ്യുന്നത് എന്ന് പറയാം. അപ്പോൾ സോളാർ റേഡിയേഷൻ കൺസിസ്റ്റ് ഓഫ് റേസ് ഓഫ് ഡിഫറെൻറ്റ് വേവ് ലെങ്ത്. അപ്പോൾ സോളാർ റേഡിയേഷൻ സണ്ണിൽ നിന്ന് എനർജി എമിറ്റ് ചെയ്യുന്നു, ഇലക്ട്രോമാഗ്നറ്റിക് വേവ്സിൻ്റെ രൂപത്തിലാണ്. ആ സോളാർ റേഡിയേഷനിൽ ധാരാളം റേസുകളുണ്ട്, കിരണങ്ങളുണ്ട്. അത് ഓരോന്നിനും എന്തായിരിക്കും? ഡിഫറെൻറ്റ് വേവ് ലെങ്ത്താണ്. വേവ് ലെങ്ത്തിൻ്റെ ആ ഒരു എത്രയാണ് അതിൻ്റെ ഒരു ലിമിറ്റ് എന്ന് നമുക്ക് നോക്കാം. എക്സ്റ്റെൻഡിങ് ഫ്രം 290 to 2300 നാനോമീറ്റർ. ആൻഡ് ദിസ് ഇസ് ടേംഡ് ആസ് സോളാർ സ്പെക്ട്രം. അപ്പോൾ സോളാർ റേഡിയേഷനിൽ ധാരാളം റേസ് ഉണ്ട്, ഡിഫറെൻറ്റ് വേവ് ലെങ്ത്തുള്ള ധാരാളം റേകളുണ്ട്. ആ വേവ് ലെങ്ത്ത് എങ്ങനെയാണ് അതിൻ്റെ റേഞ്ച് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 290 to 2300 നാനോമീറ്റർ ആണ്. അപ്പോൾ ഇതിനെയാണ് സോളാർ സ്പെക്ട്രം എന്ന് പറയുന്നത്. നമുക്ക് താഴെ കാണിച്ചിരിക്കുന്ന ഒരു സോളാർ സ്പെക്ട്രത്തിൻ്റെ ഒരു ഫിഗറാണ്. 290 മുതൽ 2300 നാനോമീറ്റർ വരെ എക്സ്റ്റെൻഡ് ചെയ്ത് കിടക്കുന്ന വേവ് ലെങ്ത്ത് വരെയുള്ള ഡിഫറെൻറ്റ്. അതിനകത്ത് ആ ഫിഗർ
നോക്കുക, സോളാർ സ്പെക്ട്രത്തിൻ്റെ ഫിഗറാണ്. 290 മുതൽ 2300 നാനോമീറ്ററിൽ വരെ വരുന്ന ഏതൊക്കെ റേസ് ആണെന്ന് നോക്കൂ. അതിനകത്ത് UV റേസ് കാണുന്നുണ്ട് അല്ലേ, അൾട്രാ വയലറ്റ് റേസ് ഉണ്ട്, വിസിബിൾ റേസ് ഉണ്ട്, വിസിബിൾ ലൈറ്റ് ഉണ്ട്, അതേപോലെ ഇൻഫ്രാറെഡ് റേസ് ഉണ്ട്. ഇങ്ങനെയാണ് ഈ 290 മുതൽ 2300 നാനോമീറ്റർ വരെ ഉണ്ടാകുന്ന ഈ റേസുകൾ അടങ്ങിയിട്ടുള്ള ഒരിതാണ് സോളാർ റേഡിയേഷൻ എന്ന് പറയുന്നത്. ഈ ഒരു ഫിഗർ, ഈ ഒരു സ്കിമാറ്റിക് റെപ്രസെൻറ്റേഷനെയാണ് സോളാർ സ്പെക്ട്രം എന്ന് പറയുന്നത്. അപ്പോൾ ഇതിൽ ultraviolet rays and infrared rays from the two ends of the solar spectrum. സോളാർ സ്പെക്ട്രത്തിൻ്റെ രണ്ട് എൻഡിലായിട്ടുള്ളത് ഒന്ന് അൾട്രാവയലറ്റ് റേസും മറ്റേ എൻഡിൽ എന്ന് പറയുന്നത് ഇൻഫ്രാറെഡ് റേസുമാണ് ഉള്ളത് എന്ന് പറയാം. അത് രണ്ടിനും ഇൻ ബിറ്റ്വീൻ ആയിട്ട് അല്ലെങ്കിൽ രണ്ടിൻ്റെ മിഡിൽ പോർഷനിലായിട്ട് പ്രൊവൈഡ് ചെയ്തിരിക്കുന്നത് ഈ വിസിബിൾ പോർഷൻ, വിസിബിൾ ലൈറ്റിൻ്റെ ഒരു പോർഷൻ അല്ലെങ്കിൽ വിസിബിൾ പോർഷനാണ് കൊടുക്കുന്നത്. 380 നാനോമീറ്റർ മുതൽ 700 നാനോമീറ്റർ. റേഡിയേഷനിൽ ഇപ്പോൾ എന്തൊക്കെയാണ് പറയുന്നത്? സൺ എനർജിനെ എമിറ്റ് ചെയ്യുന്നുണ്ട്, ഇലക്ട്രോമാഗ്നറ്റിക് വേവ്സിൻ്റെ രൂപത്തിലാണ്. സോളാർ റേഡിയേഷൻ എന്ന് പറയുമ്പോൾ ധാരാളം റേസുകൾ അടങ്ങിയിട്ടുള്ള ഒരിതാണ്. അതിൽ വരുന്ന റേസിൻ്റെ വേവ് ലെങ്ത് എന്ന് പറയുന്നത് 290 മുതൽ 2300 വരെയാണ്. ഇതിനാണ് സോളാർ സ്പെക്ട്രം എന്ന് പറയുന്നത്. അതിലുള്ളത് UV റേസ് ഉണ്ട്, വിസിബിൾ ലൈറ്റ് ഉണ്ട്, ഇൻഫ്രാറെഡ് റേസ് ഉണ്ട്. നെക്സ്റ്റ് അടുത്ത ഒരു സോളാർ കോൺസ്റ്റൻറ്റ്. എന്താണ് സോളാർ കോൺസ്റ്റൻറ്റ് എന്ന് പറഞ്ഞാൽ എന്താണെന്ന് നോക്കാം. The amount of incoming solar electromagnetic radiation per unit area that would be incident on a plane. ഒരു പ്ലെയിനിൽ പെർ യൂണിറ്റ് ഏരിയ, അതായത് ഒരു പ്ലെയിൻ എടുത്തു കഴിഞ്ഞാൽ അതിൽ യൂണിറ്റ് ഏരിയയിൽ വന്ന് പതിക്കുന്ന സോളാർ റേഡിയേഷൻ്റെ എമൗണ്ട്, അതാണ് സോളാർ കോൺസ്റ്റൻ്റ് എന്ന് പറയുന്നത്. ഇപ്പോൾ ഒരു പ്ലെയിൻ എടുക്കുകയാണെങ്കിൽ ഒരു യൂണിറ്റ് ഏരിയയിൽ എത്ര എമൗണ്ട് സോളാർ റേഡിയേഷൻ വന്ന് പതിക്കുന്നുണ്ട്, ഇൻസിഡൻറ്റ് ചെയ്യുന്നുണ്ട്, ഇതിനാണ് സോളാർ കോൺസ്റ്റൻ്റ് എന്ന് പറയുന്നത്. സോളാർ റേഡിയേഷൻ ക്വാണ്ടിറ്റി എന്ന് പറഞ്ഞാൽ എന്താണെന്ന് നോക്കാം. റേഡിയേഷൻ ക്വാണ്ടിറ്റി റിഫേഴ്സ് ടു ദി എമൗണ്ട് ഓഫ് എനർജി ട്രാൻസ്ഫേർഡ്. എത്ര എമൗണ്ട് ഓഫ് എനർജി ട്രാൻസ്ഫർ ചെയ്യുന്നു, അതാണ് അതിൻ്റെ ക്വാണ്ടിറ്റി എന്ന് പറയുന്നത്. എക്സ്പ്രസ് ചെയ്യുന്ന ആംപ്ലിറ്റ്യൂഡാണ്. ഇപ്പോൾ ഒരു വേവ് വരച്ച് കഴിഞ്ഞാൽ ആംപ്ലിറ്റ്യൂഡ് എന്ന് പറയുന്ന ഒരു ഹൈറ്റ് അല്ലെ, പെർട്ടിക്കുലർ ആ ഒരു വേവിൻ്റെ ഒരു ഹൈറ്റാണ് ആംപ്ലിറ്റ്യൂഡ് എന്ന് പറയുന്നത്. അത് ഇപ്പോൾ ക്വാണ്ടിറ്റി എന്ന് പറയുന്നത്, സോളാർ റേഡിയേഷൻ്റെ ക്വാണ്ടിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എക്സ്പ്രസ് ചെയ്യുന്നത് ആംപ്ലിറ്റ്യൂഡ് എന്ന് പറയുന്നതാണ് ആയിട്ടാണ് എക്സ്പ്രസ് ചെയ്യുന്നത് എന്ന് പറയാം. അതായത് എമൗണ്ട് ഓഫ് എനർജി ട്രാൻസ്ഫർ, എത്ര എമൗണ്ട് എനർജി ട്രാൻസ്ഫർ ചെയ്യുന്നു എന്നതാണ് ഒരു സോളാർ റേഡിയേഷൻ്റെ ക്വാണ്ടിറ്റി എന്ന് പറയുന്നത്. അത് എക്സ്പ്രസ് ചെയ്യുന്നത് ആംപ്ലിറ്റ്യൂഡിലാണെന്ന് പറയാം. സോളാർ റേഡിയേഷൻ ക്വാളിറ്റി എന്ന് പറഞ്ഞാൽ എന്താണ്? വേവ് ക്വാളിറ്റി റിലേറ്റ്സ് ടു ദി റേഡിയേഷൻ വേവ് ലെങ്ത് എന്ന് പറയുന്നത്. ക്വാളിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു റേഡിയേഷൻ്റെ ക്വാളിറ്റി എന്ന് പറഞ്ഞാൽ അതിൻ്റെ വേവ് ലെങ്ത്തിനെയാണ് പറയുന്നത്. സോളാർ കോൺസ്റ്റൻ്റ് എന്ന് പറയുന്നത് ഒരു യൂണിറ്റ് ഏരിയയിൽ എത്ര എമൗണ്ട് റേഡിയേഷൻ വന്ന് ഇൻസിഡൻറ്റ് ചെയ്യുന്നുണ്ട്. ക്വാണ്ടിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എത്ര എമൗണ്ട് ഓഫ് എനർജി ട്രാൻസ്ഫർ ചെയ്യുന്നു, എക്സ്പ്രസ് ചെയ്യുന്നത് ആംപ്ലിറ്റ്യൂഡിലാണ്. ക്വാളിറ്റി എന്ന് പറയുന്നത് ഒരു റേഡിയേഷൻ്റെ വേവ് ലെങ്ത് ആണ് എന്ന് പറയും. അടുത്തത് ഫാക്ടേഴ്സ് എഫക്റ്റിംഗ് സോളാർ റേഡിയേഷൻ. അപ്പോൾ ഇപ്പോൾ എന്താണ് ഡിസ്കസ് ചെയ്തത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എലമെൻറ്റ്സ് ഓഫ് വെതർ ആൻഡ് ക്ലൈമറ്റ് ആണ്. അതിൽ ഫസ്റ്റ് എലമെൻറ്റ് ടെമ്പറേച്ചർ പറഞ്ഞു, സെക്കൻഡ് എലമെൻറ്റ് ആണ് സോളാർ റേഡിയേഷൻ എന്ന് പറയുന്നത്. സോളാർ റേഡിയേഷനെ എഫക്റ്റ് ചെയ്യുന്ന ഫാക്ടേഴ്സ് എന്തൊക്കെയാണ്? ഇതൊക്കെ 6 മാർക്കിൻ്റെ ക്വസ്റ്റ്യൻസൊക്കെ ആയിട്ട് ചോദിക്കുന്ന ഒരു ടോപ്പിക് കൂടെയാണ്. ഫാക്ടേഴ്സ് എഫക്റ്റിംഗ് സോളാർ റേഡിയേഷൻ, അതേപോലെ എലമെൻസുകളൊക്കെ ചോദിക്കുന്നതാണ്. അപ്പോൾ എന്താണ് ഫാക്ടേഴ്സ് എഫക്റ്റിംഗ് സോളാർ റേഡിയേഷൻ എന്ന് നോക്കാം. സോളാർ റേഡിയേഷനെ എഫക്റ്റ് ചെയ്യുന്ന ഫാക്ടേഴ്സുകൾ ഏതൊക്കെയാണ്? അപ്പോൾ അതിലെ ഫസ്റ്റ് വൺ സോളാർ എലിവേഷനാണ്. സോളാർ എലിവേഷൻ എങ്ങനെയാണ് സോളാർ റേഡിയേഷനെ എഫക്റ്റ് ചെയ്യുന്നത് എന്ന് നോക്കാം. സോളാർ എലിവേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വേർ ദ സൺ സിറ്റ് ഇൻ ദി സ്കൈ ഡിറ്റർമൈൻസ് ദി ലെവൽ ഓഫ് റേഡിയേഷൻ റീച്ചിങ് അസ്. അതായത് സ്കൈയിൽ സൂര്യൻ എവിടെ നിൽക്കുന്നു, അതിൻ്റെ പൊസിഷൻ എവിടെയാണ് എന്നതിനനുസരിച്ചിരിക്കും എർത്തിലേക്കുള്ള റേഡിയേഷൻ്റെ ഒരു അളവ് എന്ന് പറയുന്നത് അല്ലേ. സണ്ണിൻ്റെ പൊസിഷൻ, അതാണ് സോളാർ എലിവേഷൻ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. സണ്ണിൻ്റെ പൊസിഷൻ എവിടെയാണോ അതിനനുസരിച്ചിരിക്കും സണ്ണിൽ നിന്ന് വരുന്ന റേഡിയേഷൻ എത്രമാത്രം എമൗണ്ട് നമ്മളിലേക്ക് എത്തുന്നുണ്ട്, എർത്ത് സർഫസിലേക്ക് എത്തുന്നുണ്ട് എന്ന് തീരുമാനിക്കുന്നത്. അപ്പോൾ ആദ്യം എവിടെയൊക്കെയാണ് സണ്ണിൻ്റെ പൊസിഷൻ, ഏതൊക്കെ രീതിയിലെ കേസസിലാകുമ്പോൾ എന്തൊക്കെയാണ് സംഭവിക്കുന്നത് എന്ന് നോക്കാം. വെൻ സൺ ഈസ് അറ്റ് ഹൊറൈസൺ, എന്താ പറയുന്നത്, ഹൊറൈസണിലാണെങ്കിൽ എന്താ സൺ എന്ന് പറയുന്നത് ഹൊറൈസണിലാണ് എന്ന്. എന്താ ഹൊറൈസൺ എന്ന് പറഞ്ഞാൽ എന്താ നോക്കാം. ഹൊറൈസൺ എന്ന് പറഞ്ഞാൽ എ ലൈൻ വിച്ച് ദി എർത്ത് സർഫസ് ആൻഡ് ദി സ്കൈ അപ്പിയേഴ്സ് ടു മീറ്റ്.
എർത്ത് സർഫസും സ്കൈയും മീറ്റ് ചെയ്യുന്ന ഒരു പർട്ടിക്കുലർ ലൈനിനെയാണ് ഹൊറൈസൺ എന്ന് പറയുന്നത്. എർത്ത് സർഫസും സ്കൈയും മീറ്റ് ചെയ്യുന്ന ആ ഒരു പർട്ടിക്കുലർ ലൈനാണ് ഹൊറൈസൺ. ആ ഒരു ലൈനിലാണ് സൺ ഇരിക്കുന്നതെങ്കിൽ അവിടെയുള്ള അറ്റ്മോസ്ഫിയറിൻ്റെ എമൗണ്ട് കൂടുതലായിരിക്കും. ദ എമൗണ്ട് ഓഫ് അറ്റ്മോസ്ഫിയർ ഈസ് മോർ. അവിടെ അറ്റ്മോസ്ഫിയറിൻ്റെ അളവ് കൂടുതലായിരിക്കും. അപ്പോൾ ഈ പറയുന്ന റേഡിയേഷന് ഇതിലേക്ക് എർത്ത് സർഫസിലേക്ക് എത്താൻ വേണ്ടിയിട്ട് കൂടുതൽ ദൂരം സഞ്ചരിക്കേണ്ടി വരും. കൂടുതൽ ദൂരം സഞ്ചരിക്കേണ്ടി വരുന്നതുകൊണ്ട് തന്നെ ഈ പറയുന്ന അറ്റ്മോസ്ഫിയർ എന്ത് ചെയ്യുന്നു, കൂടുതൽ റേഡിയേഷനെ അബ്സോർബ് ചെയ്യുകയാണ് ചെയ്യുന്നത്. ലോങ്ങർ പാത്തായിരിക്കും. കാരണം സണ്ണ് ഇരിക്കുന്നത് ഹൊറൈസണിലാണ്, ആ ഒരു പൊസിഷനിലാണ് സൂര്യൻ നിൽക്കുന്നതെങ്കിൽ അവിടെ അറ്റ്മോസ്ഫിയറിൻ്റെ എമൗണ്ട് കൂടുതലായിരിക്കും. അതുകൊണ്ട് തന്നെ സണ്ണിൽ നിന്നുള്ള ആ റേഡിയേഷൻ കൂടുതൽ ദൂരം എന്ത് ചെയ്യേണ്ടി വരും, എർത്തിലേക്ക് എത്താൻ സഞ്ചരിക്കേണ്ടി വരും. അതുകൊണ്ട് തന്നെ അറ്റ്മോസ്ഫിയർ എന്ത് ചെയ്യുന്നു എന്ന് പറഞ്ഞാൽ ഈ റേഡിയേഷനെ കൂടുതലായിട്ട് അബ്സോർബ് ചെയ്യുന്നു. അപ്പോൾ കുറച്ച് എമൗണ്ട് മാത്രമേ എന്ത് ചെയ്യുന്നുള്ളൂ, എർത്ത് സർഫസിലേക്ക് എത്തുകയുള്ളൂ എന്ന് പറയാം. അടുത്തത് വെൻ സൺ ഈസ് ഡയറക്ട്ലി എബോവ് അസ്, നമ്മുടെ നേർമുകളിലാണ് സൂര്യൻ നിൽക്കുന്നതെങ്കിൽ എമൗണ്ട് ഓഫ് അറ്റ്മോസ്ഫിയർ അവിടെ കുറവായിരിക്കും. അതുകൊണ്ട് തന്നെ ഈസി ആയിട്ട് കുറച്ച് ഷോർട്ടർ പാത്ത് മാത്രമേ, കുറച്ച് ദൂരം മാത്രമേ റേഡിയേഷന് സഞ്ചരിക്കേണ്ടി വരുള്ളൂ. അതുകൊണ്ട് കൂടുതൽ എമൗണ്ട് ഒരിക്കലും അറ്റ്മോസ്ഫിയർ എന്ത് ചെയ്യുന്നില്ല, റേഡിയേഷൻ അബ്സോർബ് ചെയ്യുന്നില്ല. അപ്പോൾ എത്രയും പെട്ടെന്ന് തന്നെ എന്ത് ചെയ്യുന്നു, സണ്ണിൽ നിന്ന് റേഡിയേഷൻ എർത്ത് സർഫസിലേക്ക് എത്തുന്നു. എങ്ങനെയാണെങ്കിൽ സൂര്യൻ്റെ പൊസിഷൻ മുകളിലാണ്, നമ്മളുടെ മുകളിലാണ് എന്ന് വിചാരിക്കാം. അങ്ങനെ അപ്പോൾ 2 കേസസ് പറഞ്ഞു. ഹൊറൈസണിലാണ് എന്ന് പറഞ്ഞാൽ അറ്റ്മോസ്ഫിയറുടെ അളവ് കൂടുതലായിരിക്കും. അപ്പോൾ ഈ പറയുന്ന റേഡിയേഷന് കൂടുതൽ ദൂരം സഞ്ചരിച്ചിട്ടേ എർത്ത് സർഫസിലേക്ക് എത്താൻ പറ്റുള്ളൂ. അങ്ങനെ കൂടുതൽ ദൂരം സഞ്ചരിക്കുന്നത് കൊണ്ട് തന്നെ അറ്റ്മോസ്ഫിയർ എന്ത് ചെയ്യുന്നു, കുറേ എമൗണ്ട് അബ്സോർബ് ചെയ്യുന്നു. അപ്പോൾ കുറച്ച് റേഡിയേഷൻ്റെ കുറച്ച് എമൗണ്ട് മാത്രമേ എർത്ത് സർഫസിലേക്ക് എത്തുന്നുള്ളൂ എന്ന് പറയാൻ പറ്റും. കൂടുതൽ റേഡിയേഷനും അബ്സോർബ് ചെയ്ത് വെച്ചിരിക്കുകയാണ്. സണ്ണ് അടുത്ത കേസ്, സെക്കൻഡ് കേസ്, സണ്ണ് നമ്മൾ നേർമുകൾ ഡയറക്റ്റ്ലി എബോവ് അസാണ്. ഡയറക്റ്റ്ലി എബോവ് ആണെങ്കിൽ അറ്റ്മോസ്ഫിയറിൻ്റെ എമൗണ്ട് കുറവായിരിക്കും. അതുകൊണ്ട് തന്നെ കുറച്ച് എമൗണ്ട് മാത്രമേ അബ്സോർബ് ചെയ്യുന്നു. കുറച്ച് ഷോർട്ടർ പാത്ത് കൊണ്ട് തന്നെ ഒരു ഷോർട്ടർ ഡിസ്റ്റൻസിനുള്ളിൽ തന്നെ റേഡിയേഷൻ എർത്ത് സർഫസിലേക്ക് എത്തുകയാണ് ചെയ്യുന്നത്. സോളാർ എലിവേഷൻ, റേഡിയേഷൻ്റെ അളവാണ് പറയുന്നത്. ഫാക്ടേഴ്സ് എഫക്റ്റ് സോളാർ റേഡിയേഷനിൽ ഫസ്റ്റ് വൺ സോളാർ എലിവേഷൻ പറഞ്ഞു. സെക്കൻഡ് വൺ സോളാർ റേഡിയേഷനെ എഫക്റ്റ് ചെയ്യുന്ന മറ്റൊരു ഫാക്ടർ എന്ന് പറയുന്നത് ഓസോൺ ലെയറാണ്. ഓസോൺ ലെയർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? ഓസോൺ ലെയർ എന്ന് പറയുമ്പോൾ ധാരാളം ഓസോൺ കണ്ടൻ്റ് ഉള്ള ഒരു പെർട്ടിക്കുലർ ലെയറാണ് അല്ലേ. അത് എർത്ത് സർഫസിലേക്ക് എത്തുന്ന ഓസോണിൻ്റെ യു വി റേസിൻ്റെ എന്ത് ചെയ്യുന്നു, കൂടുതലും യു വി റേസിനെ അബ്സോർബ് ചെയ്യുന്ന, അൾട്രാവയലറ്റ് റേസുകളെ അബ്സോർബ് ചെയ്യുന്ന ഒരു പർട്ടിക്കുലർ ലെയറിനെയാണ് എന്ത് പറയുന്നത്, ഓസോൺ ലെയർ എന്ന് പറയുന്നത്. Ozone layer is an important part of the atmosphere and high levels of ozone absorb high levels of UV rays. അപ്പോൾ ഈ ഓസോൺ ലെയറിൽ ധാരാളം ഓസോൺ കണ്ടൻ്റ് ഉണ്ട്. അത് എന്ത് ചെയ്യുന്നു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സണ്ണിൽ നിന്ന് വരുന്ന യു വി റേസിനെ അത് അബ്സോർബ് ചെയ്യുകയാണ് ചെയ്യുന്നത്. പക്ഷേ സിൻസ് ഡിസ്കവറി ഓഫ് ഹോൾ ഇൻ ഓസോൺ, ഇപ്പോൾ ഓസോണിൽ ധാരാളം ഹോളുകൾ കാണപ്പെടുന്നത് കൊണ്ട് തന്നെ എന്ത് ചെയ്യുന്നില്ല, ഈ യു വി റേസുകളെ നല്ല രീതിയിൽ അതിനെ അബ്സോർബ് ചെയ്യാൻ പറ്റുന്നില്ല. അതുകൊണ്ട് കൂടുതൽ എമൗണ്ട് സോളാർ റേഡിയേഷൻ എർത്ത് സർഫസിലേക്ക് എത്തുകയാണ് ചെയ്യുന്നത്. ഇതാണ് ഓസോൺ ലെയറിൻ്റെ ഒരു ഫാക്ടേഴ്സ്, അല്ലെങ്കിൽ എങ്ങനെയാണ് ഓസോൺ ലെയർ എന്ന് പറയുന്നത് സോളാർ റേഡിയേഷൻ എഫക്റ്റ് ചെയ്യുന്നത് എന്ന് പറയുന്നത്. അടുത്തത് ക്ലൗഡ് കവറാണ്. ഹാവിങ് എ കവർ ഓഫ് ക്ലൗഡ് ഓവർ ദ സ്കൈ ക്യാൻ റെഡ്യൂസ് ദി എമൗണ്ട് ഓഫ് യു വി റേഡിയേഷൻ റീച്ചിങ് ദി എർത്ത് സർഫസ്. ക്ലൗഡ് കവർ എന്ന് പറയുന്ന സമയത്ത് ഒരു ക്ലൗഡിൻ്റെ ഒരു ഇതുണ്ടെങ്കിൽ, അതായത് ക്ലൗഡ് ഉണ്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, സ്കൈയിൽ ഉണ്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ യു വി റേഡിയേഷൻ അതെന്ത് ചെയ്യുന്നു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ റെഡ്യൂസ് ചെയ്യുന്നു. എർത്ത് സർഫസിലേക്ക് എത്തുന്ന ആ യു വി റേസിൻ്റെ കണ്ടൻറ്റിനെ അതെന്ത് ചെയ്യുന്നു, റെഡ്യൂസ് ചെയ്യും, അളവ് കുറയ്ക്കുന്നു എന്നുണ്ടെങ്കിൽ, ക്ലൗഡ് ഉണ്ട് എന്ന് പറയുകയാണെങ്കിൽ. അടുത്തത് എയറോസോളാണ്. എയറോസോൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അറ്റ്മോസ്ഫിയറിൽ ഉണ്ടാകുന്ന ചെറിയ ചെറിയ പാർട്ടിക്കിൾസാണ്. അതെന്ത് ചെയ്യുന്നു എന്ന് പറഞ്ഞാൽ അറ്റ്മോസ്ഫിയറിൽ ഫ്ലോട്ട് ചെയ്ത് നിൽക്കുന്നു.
ഫ്ലോട്ട് ചെയ്ത് നിൽക്കുന്ന, അതായത് അതെന്ത് ചെയ്യുന്നു, പാറി നിൽക്കുന്ന അവസ്ഥയിലുള്ള ചെറിയ ചെറിയ പാർട്ടിക്കിൾസുകളെയാണ് എയറോസോൾ എന്ന് പറയുന്നത്. അപ്പോൾ എയറോസോൾ എങ്ങനെയാണ് സോളാർ റേഡിയേഷൻ എഫക്റ്റ് ചെയ്യുന്നത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ബൈ അബ്സോർബിങ് ഓർ ഡിഫ്രാക്റ്റിംഗ് സോളാർ റേഡിയേഷൻ ദേ ക്യാൻ ആക്ട് ആസ് എ ഫിൽട്ടർ ആൻഡ് ഡിക്രീസ് ദ ലെവൽ ഓഫ് സോളാർ റേഡിയേഷൻ റീച്ചിങ് ദ സർഫസ്. അതെന്ത് ചെയ്യുന്നു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ഫിൽറ്ററായിട്ട് ആക്ട് ചെയ്യുന്നു. അതായത് സോളാർ റേഡിയേഷൻ അവിടെ ഡിഫ്രാക്റ്റ് ചെയ്യുന്നു. എന്താ ഡിഫ്രാക്ഷൻ? ഒന്നില്ലെങ്കിൽ ഇതെന്ത് ചെയ്യുന്നു പറഞ്ഞാൽ അബ്സോർബ് ചെയ്യുക, അല്ലെങ്കിൽ ഡിഫ്രാക്റ്റ് ചെയ്യുന്നു. ഡിഫ്രാക്റ്റ് ചെയ്യുക എന്ന് പറഞ്ഞാൽ ഒരു വേവ് ബെൻഡ് ചെയ്യുകയാണ് ചെയ്യുന്നത്. ഒരു ഒബ്സ്റ്റക്കിളിന് ചുറ്റും എന്ത് ചെയ്യുന്നു, വേവ് ബെൻഡ് ചെയ്യുന്നതിനെയാണ് ഡിഫ്രാക്ഷൻ എന്ന് പറയുന്നത്. അപ്പോൾ ഇവിടെ എന്ന് പറയുന്ന സമയത്ത് ഈ എയറോസോൾ എന്ന് പറയുന്ന ചെറിയ പാർട്ടിക്കിൾസ് ഒരു ഒബ്സ്റ്റക്കിളായിട്ട് ആക്ട് ചെയ്യുന്നു. അപ്പോൾ സോളാർ റേഡിയേഷൻ അവിടെ എന്ത് ചെയ്യുന്നു, ചെറിയൊരു ഡിഫ്രാക്ഷൻ, ബെൻഡിങ് സംഭവിച്ച് പല ഡയറക്ഷനിലേക്കും പോകുന്നു അല്ലേ. അപ്പോൾ അതൊരു ഫിൽട്ടറായിട്ട് ആക്ട് ചെയ്യണം എയറോസോൾ. അതുകൊണ്ട് തന്നെ എർത്ത് സർഫസിലേക്ക് എത്തുന്ന ആ ഒരു സോളാർ റേഡിയേഷൻ്റെ കണ്ടൻറ്റിൽ ഒരു കുറവ് ഉണ്ടാവുകയാണ് ചെയ്യുന്നത് എന്ന് പറയാം. അപ്പോൾ സോളാർ റേഡിയേഷൻ എഫക്റ്റ് ചെയ്യുന്ന ഫാക്ടേഴ്സ് എന്ന് പറയുന്നത് സോളാർ എലിവേഷൻ പറഞ്ഞു, അതേപോലെ തന്നെ ഓസോൺ ലെയർ പറഞ്ഞു, ക്ലൗഡ് കവർ പറഞ്ഞു, എയറോസോൾ പറഞ്ഞു അല്ലേ. ഇത്രയും കാര്യങ്ങൾ എന്തൊക്കെയാണെന്ന് പറഞ്ഞു. അപ്പോൾ ഇതിൽ സോളാർ എലിവേഷൻ എന്ന് പറയുമ്പോൾ സണ്ണിൻ്റെ പൊസിഷൻ എവിടെയാണോ അതിനെ ഡിപ്പെൻഡ് ചെയ്യും. ഹൊറൈസണിലാണെങ്കിൽ സോളാർ റേഡിയേഷൻ എന്ത് ചെയ്യുന്നു, കുറച്ച് എമൗണ്ട് മാത്രമേ എർത്ത് സർഫസിലേക്ക് എത്തുന്നുള്ളൂ. ഡയറക്റ്റ്ലി എബോവ് ആണ് എന്ന് പറയുകയാണെങ്കിൽ കൂടുതൽ എമൗണ്ട് സോളാർ റേഡിയേഷൻ എർത്ത് സർഫസിലേക്ക് എത്തും. ഓസോൺ ലെയർ എന്ന് പറയുന്ന സമയത്ത് എന്ത് ചെയ്യുന്നു, ഓസോൺ ലെയർ ഉണ്ട് എന്ന് പറഞ്ഞാൽ അത് കൂടുതലായിട്ട് യു വി റേസിനെ അബ്സോർബ് ചെയ്ത് നിർത്തുകയാണ് ചെയ്യുന്നത്. ക്ലൗഡ് ഉണ്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ യു വി റേസിനെ അബ്സോർബ് ചെയ്യുകയും അതിൻ്റെ അളവ് എർത്ത് സർഫസിലേക്ക് എത്തുന്ന അതിൻ്റെ അളവ് കുറയ്ക്കുകയും ചെയ്യുന്നു. എയറോസോൾ ആണ് എന്ന് പറയുന്ന സമയത്ത് അതൊരു ഫിൽറ്ററായിട്ട് ആക്ട് ചെയ്യുന്നു. എന്നതിന് ശേഷം എർത്ത് സർഫസിലേക്ക് എത്തുന്ന റേഡിയേഷൻ്റെ എമൗണ്ടിൽ ഒരു കുറവ് ഉണ്ടാക്കുന്നു എന്ന് പറയാം. ഇതൊക്കെയാണ് സെക്കൻഡ് എലമെൻ്റ് ആയിട്ടുള്ള സോളാർ റേഡിയേഷനെ എഫക്റ്റ് ചെയ്യുന്ന ഫാക്ടേഴ്സ് എന്ന് പറയുന്നത്. ടെമ്പറേച്ചർ, സെക്കൻഡ് വൺ സോളാർ റേഡിയേഷൻ, തേർഡ് വൺ എന്ന് പറയുന്നത് അറ്റ്മോസ്ഫിയറിക് പ്രഷർ, ഫോർത്ത് വൺ എന്ന് പറയുന്നത് ഹ്യൂമിഡിറ്റി, ഫിഫ്ത്ത് വൺ പ്രസിപ്പിറ്റേഷൻ, സിക്സ്ത് വിൻഡ്, സെവൻത് വൺ ക്ലൗഡ്നെസ്. ഇതൊക്കെയാണ് എലമെൻറ്റ്സ് വരുന്നത്. ഇതൊരു ഇമ്പോർട്ടൻറ്റ് ടോപ്പിക് കൂടെയാണ്. കൂടുതൽ നമുക്ക് ഹാബിറ്റാറ്റ് ടെക്നോളജിയിൽ കൂടുതൽ ഒരുപാട് വാസ്റ്റായിട്ട് പഠിക്കാനൊന്നുമില്ല. അതുകൊണ്ട് തന്നെ എല്ലാ ടോപ്പിക്കുകളും ഇമ്പോർട്ടൻ്റ് ആണ്. എന്നും റിപ്പീറ്റഡ് ആയിട്ട് ചോദിക്കുന്ന ക്വസ്റ്റ്യൻസ് എന്നും വരുന്നത് സെയിം റിപ്പീറ്റഡ് ആയിട്ട് തന്നെ എന്നും ഒരേ ചോദ്യങ്ങൾ തന്നെയായിരിക്കും എല്ലാത്തിലും വരുന്ന. പാർട്ടിയിലാണെങ്കിലും ബിയിലാണെങ്കിലും സിയിലാണെങ്കിലും. അപ്പോൾ ഒന്നും തന്നെ നമുക്ക് സ്കിപ്പ് ചെയ്യാൻ പറ്റാത്ത രീതിയിലുള്ളതാണ്. അപ്പോൾ അടുത്ത ടോപ്പിക് ഏതാണെന്ന് നോക്കാം. ഫാക്ടേഴ്സ് എഫക്റ്റിംഗ് ക്ലൈമറ്റ് ആണ്. എന്തൊക്കെയാണ് ക്ലൈമറ്റിനെ എഫക്റ്റ് ചെയ്യുന്ന ഫാക്ടേഴ്സ്? ഇപ്പോൾ എലമെൻറ്റ് പറഞ്ഞു അല്ലേ. ഈ എലമെൻറ്റുകൾ എങ്ങനെയാണ് ചേഞ്ച് സംഭവിക്കുന്ന സമയത്ത് ഏതൊക്കെ രീതിയിൽ മാറ്റങ്ങൾ വരാം, ഈ പറയുന്ന എലമെൻസുകളിൽ എന്തൊക്കെ എങ്ങനെയൊക്കെയാണ് ഓരോ സ്ഥലത്ത് വരുന്ന സമയത്ത് എന്തൊക്കെ ചേഞ്ചസ് ഉണ്ടാവാം എന്ന് നമുക്ക് നോക്കാം. ഏതൊക്കെയാണ് ഫാക്ടേഴ്സ് നോക്കുന്നത്? ഫസ്റ്റ് വൺ ലാറ്റിറ്റ്യൂഡാണ്. എന്താണ് ലാറ്റിറ്റ്യൂഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? ഇക്വേറ്ററിൽ നിന്ന് ഒരു സ്ഥലം, ഒരു പ്ലേസ് എന്ന് പറയുന്നത് എത്ര ഡിസ്റ്റൻസിൽ വിട്ട് കിടക്കുന്നു, അതാണ് ലാറ്റിറ്റ്യൂഡ് എന്ന് പറയുന്നത്. ലാറ്റിറ്റ്യൂഡ് എന്ന് പറഞ്ഞാൽ ശരിക്കും ഒരു ഇത് പറയുകയാണെങ്കിൽ പെർത്തിൻ്റെ നമ്മൾ എടുക്കുന്ന സമയത്ത് ഒരു ഇക്വേറ്ററിൽ നിന്ന് എത്ര ഡിഗ്രി ചരിവിൽ ഒരു പ്രദേശം കിടക്കുന്നു എന്നതാണ് അതിൻ്റെ ലാറ്റിറ്റ്യൂഡ് എന്ന് പറയുന്നത്. എത്ര ഇതിനകത്ത് നോക്കൂ, നാലാമത്തെ പോയിന്റ് നോക്കൂ. ലാറ്റിറ്റ്യൂഡ് ഈസ് ദി ആംഗുലാർ മെഷർമെൻറ്റ് ഇൻ ഡിഗ്രീസ് ഓഫ് ദി ഡിസ്റ്റൻസ് ഫ്രം ദി ഇക്വേറ്റർ ടു എനി ലൊക്കേഷൻ ഓൺ ദി എർത്ത്. എർത്തിൽ ഉണ്ടാവുന്ന ഒരു സ്ഥലം ഇക്വേറ്ററിൽ നിന്ന് എത്ര ഡിസ്റ്റൻസിൽ എത്ര ഡിഗ്രിയിൽ ചരിവിൽ കിടക്കുന്നു, ഒരു ആംഗുലാർ മെഷർമെൻ്റാണ് ലാറ്റിറ്റ്യൂഡ് എന്ന് പറയുന്നത്. അപ്പോൾ ലാറ്റിറ്റ്യൂഡ് എങ്ങനെയാണ് ക്ലൈമറ്റിനെ എഫക്റ്റ് ചെയ്യുന്നത് എന്നൊന്നും നോക്കാം അല്ലേ. ലാറ്റിറ്റ്യൂഡ് എന്ന് പറയുന്നത് ഹോട്ടസ്റ്റ് ടെമ്പറേച്ചർ ഓൺ എർത്ത് ആർ ഫൗണ്ട് നിയർ ദി ഇക്വേറ്റർ. ഇക്വേറ്ററിന് അടുത്ത് കിടക്കുന്ന പ്രദേശം എപ്പോഴും എന്തായിരിക്കും എന്ന് പറയുന്നത് ടെമ്പറേച്ചർ ഹോട്ടസ്റ്റ് ടെമ്പറേച്ചർ ആയിരിക്കും. അതായത് നമ്മൾ നേരത്തെ പറഞ്ഞ എലമെൻസുകളിൽ ഓരോ സ്ഥലത്തും വരുന്ന സമയത്ത് എങ്ങനെ വരുന്നു. ഇപ്പോൾ ഇക്വേറ്ററിന് അടുത്തുള്ള ഒരു പ്രദേശത്ത് എപ്പോഴും ടെമ്പറേച്ചർ എന്ന് പറയുന്ന ഒരു എലമെൻ്റ് എടുക്കുമ്പോൾ എന്തായിരിക്കും, കൂടുതലായിരിക്കും. അങ്ങനെയാണ് ക്ലൈമറ്റിന് വ്യത്യാസം വരുന്നത്, സംഭവിക്കുന്നത്, മാറ്റങ്ങൾ ഉണ്ടാവുന്നത്. അടുത്ത പോയിന്റ്, ദിസ് ഇസ് ബിക്കോസ് ദ സൺ ഷൈൻസ് ഡയറക്ട്ലി ഓൺ ഇറ്റ് ഫോർ മോർ അവേഴ്സ് ഡ്യൂറിങ് ദി ഇയർ ദാൻ എനിവർ എൽസ്. കാരണം എന്തുകൊണ്ടാണ് ഇക്വേറ്ററിന് അടുത്തുള്ള ഒരു പ്രദേശം ചൂട് കൂടുതൽ എന്ന് പറയുന്നത്? കാരണം സൂര്യൻ പ്രകാശിക്കുന്ന സമയത്ത് ഡയറക്റ്റായിട്ട് ആ ഒരു സോളാർ എനർജി ഡയറക്റ്റായിട്ട് വന്ന് പതിക്കുന്നത്
അല്ലെങ്കിൽ കൂടുതൽ ലഭിക്കുന്നത് ഈ ഇക്വേറ്ററിനടുത്തുള്ള പ്രദേശത്തായിരിക്കും. അടുത്ത പോയിന്റ് ലാറ്റിറ്റ്യൂഡിന് എന്താ ഡെഫിനിഷൻ പറഞ്ഞു അല്ലേ, അതായത് ആംഗുലാർ എത്ര ഡിഗ്രി ചരിവിലാണ് ഓരോ പ്രദേശവും കിടക്കുന്നത്, ആംഗുലാർ മെഷർമെൻ്റ് ആണ് ലാറ്റിറ്റ്യൂഡ് എന്ന് പറയുന്നത്. അടുത്ത പോയിന്റ് അറ്റ് ഹയർ ലാറ്റിറ്റ്യൂഡ്സ് റിസീവ് ഓൺലി ലെസ് സൺലൈറ്റ്. പക്ഷേ ലാറ്റിറ്റ്യൂഡ് കൂടുന്നതിനനുസരിച്ച്, അതായത് ഇക്വേറ്ററിൽ നിന്ന് എത്ര ദൂരെ എത്ര ഡിഗ്രി ചരിവിൽ കിടക്കും, ആംഗുലാർ മെഷർമെൻറ്റ് ഇൻ ഡിഗ്രീസ് ഓഫ് ദി ഡിസ്റ്റൻസ് ഫ്രം ദി ഇക്വേറ്റർ. അപ്പോൾ ലാറ്റിറ്റ്യൂഡ് കൂടുതലെന്ന് പറയുമ്പോൾ ഇക്വേറ്ററിൽ നിന്ന് എന്തായിരിക്കും, കുറച്ചും കൂടി ദൂരെ ആയിരിക്കും, ഡിസ്റ്റൻസ് കൂടുതലായിരിക്കും. അപ്പോൾ അവിടെ പൊതുവേ ക്ലൈമറ്റ് എന്തായിരിക്കും എന്ന് പറയാം, അല്ലെങ്കിൽ ടെമ്പറേച്ചർ കുറവാണ്. അപ്പോൾ കൂളായിട്ടുള്ള അറ്റ്മോസ്ഫിയർ ആയിരിക്കും ഉണ്ടാകുന്നത്. അതിപ്പോൾ ഒരു പറയുകയാണെങ്കിൽ ഇപ്പോൾ ഹയർ ലാറ്റിറ്റ്യൂഡ്സ് എന്നൊക്കെ പറയുമ്പോൾ പോളുകളൊക്കെ എടുക്കാം. പോൾസ് എടുക്കുന്ന സമയത്ത് അവിടെ എന്താണ്, ലിറ്റിൽ സൺലൈറ്റേ കിട്ടുന്നുള്ളൂ. അതുകൊണ്ട് തന്നെ ആ ഒരു അവിടെ ഉണ്ടാകുന്ന പൊതുവേ ത്രൂ ഔട്ട് ഇയറും എന്തായിരിക്കും, പോൾസിലൊക്കെ ആണെങ്കിൽ ക്ലൈമറ്റും കൂളായിരിക്കും, കൂൾ അറ്റ്മോസ്ഫിയർ ആയിരിക്കും അവിടെ ഉണ്ടാവുന്നത് എന്ന് പറയാം. എന്ന് പറയുന്നത് അപ്പോൾ എന്താണെന്ന് പറഞ്ഞാൽ ഇക്വേറ്ററിൽ നിന്ന് എത്ര ഡിസ്റ്റൻസിൽ എത്ര ചരിവിൽ ഒരു പ്രദേശം കിടക്കുന്നു എന്നതാണ് അതിൻ്റെ ഒരു ലാറ്റിറ്റ്യൂഡ് എന്ന് പറയുന്നത്. ഇപ്പോൾ ഇക്വേറ്ററിന് അടുത്തുള്ള പ്രദേശമാണെങ്കിൽ ചൂട് കൂടുതലാണ് എന്ന് പറയുന്നുണ്ട്. ലാറ്റിറ്റ്യൂഡ് കൂടുന്നതിനനുസരിച്ച് അവിടെ ഉണ്ടാകുന്ന ക്ലൈമറ്റ് പൊതുവേ കൂളായിരിക്കും. പോൾസിലൊക്കെ ആണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കൂളായിട്ടുള്ള അറ്റ്മോസ്ഫിയർ ആയിരിക്കും ത്രൂ ഔട്ട് ഇയർ ഉണ്ടാവുന്നത്. ഇതൊരു ക്ലൈമറ്റിനെ എഫക്റ്റ് ചെയ്യുന്ന ഒരു ഫസ്റ്റ് ഫാക്ടറാണ്. സെക്കൻഡ് ഫാക്ടർ എന്ന് പറയുന്നത് ഡിസ്റ്റൻസ് ഫ്രം ലാൻഡ് ആൻഡ് വാട്ടറാണ്. എത്ര ദൂരമാണ് ഒരു സ്ഥലം ലാൻഡിൽ നിന്നോ അല്ലെങ്കിൽ ഒരു വാട്ടറിൽ നിന്ന് കിടക്കുന്നത്. ഇപ്പോൾ ഒരു ടെമ്പറേച്ചർ എന്ന് പറയുന്ന ഒരു എലമെൻ്റ് എടുക്കുകയാണെങ്കിൽ വാട്ടർ റെസ്പോൺസ് ടു ടെമ്പറേച്ചർ ചേഞ്ചസ് മച്ച് മോർ സ്ലോലി ദാൻ ലാൻഡ്. ടെമ്പറേച്ചറിനെ എഫക്റ്റ് ചെയ്യുന്നത് ഇപ്പോൾ വാട്ടർ ലാൻഡ് എന്ന് പറയുന്ന എടുത്തു കഴിഞ്ഞാൽ ടെമ്പറേച്ചറിൻ്റെ ആ ഒരു എഫക്റ്റ് കൂടുതൽ നമുക്ക് കാണപ്പെടുന്നത്, ഇപ്പോൾ ചൂട് കൂടുന്ന ഏറ്റവും വാട്ടറോ ലാൻഡ് എടുക്കുന്ന സമയത്ത് ഏറ്റവും കൂടുതൽ ചൂടാവുന്നത് ഏതായിരിക്കും എന്ന് പറയാം, ലാൻഡായിരിക്കും പെട്ടെന്ന് ചൂടാവുന്നത്. എന്നാൽ നേരെ മറിച്ച് വാട്ടർ എന്ന് പറയുന്നത് പതുക്കെ എന്താവുന്നുള്ളൂ, ചൂടാവുന്നുള്ളൂ. ഇറ്റ് മേക്സ് ലോങ്ങർ ടൈം ടു ഹീറ്റ് വാട്ടർ. വെള്ളം ചൂടാവണമെങ്കിൽ ഒരുപാട് ടൈം എടുക്കും. ആൻഡ് ലോങ്ങർ ഫോർ ഇറ്റ് കൂൾസ് ഡൗൺ. അതേപോലെ തന്നെ ചൂടാവാൻ ഒരുപാട് ടൈം എടുക്കുകയും ചൂടായി കഴിഞ്ഞാൽ പിന്നെ അത് കൂളാവാനും അതുപോലെ തന്നെ ഒരുപാട് ലോങ് ടൈം എടുക്കും. അതുകൊണ്ട് തന്നെ ടെമ്പറേച്ചർ പെട്ടെന്ന് എഫക്റ്റ് ചെയ്യുന്നത് ലാൻഡിനെ ആയിരിക്കും. വേരിയേഷൻ ഇൻ എയർ ടെമ്പറേച്ചർ മച്ച് ഗ്രേറ്റർ ഓവർ ലാൻഡ് ദാൻ ഓവർ വാട്ടർ. സാധാരണ ഒരു ലാൻഡ് ആയിട്ടുള്ള ഒരു സർഫസ് ആണെങ്കിൽ അവിടെ എത്രയും പെട്ടെന്ന് തന്നെ ടെമ്പറേച്ചറിൻ്റെ എഫക്റ്റ് നമുക്ക് കാണപ്പെടും. ഏതിനെ കമ്പയർ ചെയ്യുന്ന സമയത്ത് വാട്ടറിനെ കമ്പയർ ചെയ്യാം. വാട്ടർ ബോഡീസൊക്കെ ആണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ടെമ്പറേച്ചറിൻ്റെ എഫക്റ്റ് എപ്പോഴും കുറവായിരിക്കും. അതുകൊണ്ട് തന്നെ നിയർ ദ ഓഷ്യൻസ്, ലൊക്കേഷൻ നിയർ ദ ഓഷ്യൻസ്, ഓഷ്യന് അടുത്തുള്ള പ്രദേശങ്ങളൊക്കെ ആണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവിടെ എപ്പോഴും ചെറിയ തോതിലുണ്ടാകുന്ന ക്ലൈമറ്റ് വേരിയേഷൻ മാത്രമേ ഉണ്ടാവുന്നുള്ളൂ. പെട്ടെന്ന് മാറ്റങ്ങൾ സംഭവിക്കുന്നില്ല. ചെറിയ ഒരു മാറ്റങ്ങൾ മാത്രമേ എപ്പോഴും ക്ലൈമറ്റിൽ ടെമ്പറേച്ചർ ഇപ്പോൾ കൂടുതലായിട്ട് എന്ത് ചെയ്യുന്നില്ല, ആ ഒരു പ്രദേശത്തെ എഫക്റ്റ് ചെയ്യുന്നില്ല എന്ന് നമുക്ക് പറയാൻ പറ്റും. ഏതിനെ കമ്പയർ ചെയ്യുന്ന സമയത്ത്, ലാൻഡിനെ കമ്പയർ ചെയ്യുന്ന സമയത്ത്. അപ്പോൾ എങ്ങനെയാണ് ലാൻഡിൻ്റെ അടുത്താണ് ഒരു പ്രദേശം അല്ലെങ്കിൽ വാട്ടർ ബോഡീസിൻ്റെ അടുത്തൊക്കെ ആണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ടെമ്പറേച്ചറിൻ്റെ എഫക്റ്റ് കൂടുതൽ നമുക്ക് കാണപ്പെടുന്നത് ലാൻഡ് സർഫസുകളിലായിരിക്കും. ഏതിനെ കമ്പയർ ചെയ്യുന്ന സമയത്ത് വാട്ടർ ബോഡീസ്, അതായത് ഒരു പ്രദേശം വാട്ടർ ബോഡീസിനൊക്കെ അടുത്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവിടെ പെട്ടെന്ന് തന്നെ ചേഞ്ചസ് നമുക്ക് ക്ലൈമറ്റിൽ വേരിയേഷൻ ഉണ്ടാവില്ല. ചെറിയ തോതിൽ മാത്രമേ ക്ലൈമറ്റ് അവിടെ വേരി ചെയ്യുന്നുണ്ടാവുന്നുള്ളൂ എന്നാണ് പറയുന്നത്. തേർഡ് വൺ മൗണ്ടെയിൻ ബാരിയറാണ്. മൗണ്ടെയിൻ ബാരിയർ എന്ന് പറയുമ്പോൾ ഒരു മൗണ്ടെയിൻ ഉണ്ട് എന്ന് വിചാരിക്കും, ഒരു കുന്നുണ്ട്. അതെങ്ങനെയാണ് ക്ലൈമറ്റിനെ എഫക്റ്റ് ചെയ്യുന്നത് നോക്കാം. Windward slope, those facing into the wind experience more precipitation due to orographic uplift of the air. അതായത് ഒരു വിൻഡിനെ ഫേസ് ചെയ്തിട്ടുള്ള ആ ഒരു ഭാഗമാണ് വിൻഡ്വാർഡ് സ്ലോപ്പ് എന്ന് പറയുന്നത്. ഇപ്പോൾ ഒരു കുന്നെടുക്കുകയാണെങ്കിൽ വിൻഡിനെ ഫേസ് ചെയ്തിട്ടുള്ള ആ ഒരു ഭാഗത്തെ നമ്മൾ വിൻഡ്വാർഡ് സ്ലോപ്പ് എന്ന് പറയുന്നു. അവിടെ കൂടുതൽ ആ വിൻഡിനെ ഫേസ് ചെയ്ത് നിൽക്കുന്ന ആ പ്രദേശത്ത് കൂടുതൽ മഴ ലഭിക്കുന്നു. കാരണം എന്താ, ഡ്യൂ ടു ഒറോഗ്രാഫിക് അപ്ലിഫ്റ്റ് ഓഫ് ദി എയർ എന്ന് പറയുന്നത്. ഒറോഗ്രാഫിക് അപ്ലിഫ്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്ത് ചെയ്യുന്നു എന്ന് പറഞ്ഞാൽ ലോവർ എലിവേഷനിൽ നിന്ന് ഹയർ എലിവേഷനിലേക്ക് എന്ത് ചെയ്യുന്നു, എയർ ഫോഴ്സ് ചെയ്ത് മൂവ് ചെയ്യാണ് ചെയ്യുന്നത് ഈ പറയുന്ന പ്രദേശത്ത്. അവിടെ എപ്പോഴും എന്തായിരിക്കും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മഴ കൂടുതലായിരിക്കും. വിൻഡ്വാർഡ് സ്ലോപ്പിൽ ഒരു മൗണ്ടെയിൻ എടുക്കുന്ന സമയത്ത് ഏത് ഭാഗം, ആ മൗണ്ടെയിൻ്റെ ഏത് ഭാഗമാണോ വിൻഡിനെ ഫേസ് ചെയ്ത് നിൽക്കുന്നത് ആ ഒരു സ്ഥലം മുഴുവനായിട്ടും എന്നും എന്തായിരിക്കും, മഴ കൂടുതൽ അല്ലെങ്കിൽ പ്രസിപ്പിറ്റേഷൻ അവിടെ കൂടുതലായിരിക്കും. അപ്പോൾ
മൗണ്ടിൻ്റെ മറുഭാഗം എന്തായിരിക്കും, ആ ഒരു ഓപ്പോസിറ്റ് ഫേസ് എന്ന് പറയുന്നത്, അതിന് പറയുന്നതാണ് ലീവാർഡ് സൈഡ് എന്ന് പറയുന്നത്. വിൻഡിനെ ഫേസ് ചെയ്തിട്ടുള്ള ഭാഗമാണെങ്കിൽ അതിനെ വിൻവാർഡ് സ്ലോപ്പ് എന്ന് പറഞ്ഞു. മറ്റേ ഭാഗത്തെ ആ മൗണ്ടിൻ്റെ അതർ സൈഡിന് എന്താ പറയുന്നത്, ലീവാർഡ് സൈഡ് എന്നാണ് പറയുന്നത്. അത് റെയിൻ ഷാഡോ ഏരിയാസ് ആയിരിക്കും, അതായത് മഴ ഒട്ടും ലഭിക്കാത്ത അല്ലെങ്കിൽ പ്രസിപ്പിറ്റേഷൻ കുറവായിട്ടുള്ള ഒരു പ്രദേശമായിരിക്കും എന്നാണ് പറയുന്നത്. ഒറോഗ്രാഫിക് അപ്ലിഫ്റ്റ് കാരണം എയർ എന്ത് ചെയ്യുന്നു, ഫോഴ്സായിട്ട് ലോ എലിവേഷൻ നിന്ന് ഹയർ എലിവേഷനിലേക്ക് മൂവ് ചെയ്യുന്നത് കാരണം അവിടെ എന്ത് സംഭവിക്കുന്നുണ്ടെന്നാണ് പറയുന്നത്, പ്രസിപ്പിറ്റേഷൻ ഉണ്ടാവുന്നുണ്ട് എന്ന് പറയാം. പക്ഷേ ഭാഗം മറ്റേ സൈഡ് എന്ന് പറയുന്നത് മൗണ്ടൈൻ്റെ അത് ലീവാർഡ് സൈഡാണ്. അവിടെ ഒരിക്കലും മഴ ലഭിക്കാത്ത അല്ലെങ്കിൽ പ്രസിപ്പിറ്റേഷൻ കുറവായിട്ടുള്ളൊരു ഏരിയ ആയിരിക്കും. ടെമ്പറേച്ചർ ഓൾസോ ഡിക്രീസ് ആസ് വൺ മൂവ് ടുവാർഡ്സ് ഹയർ എലിവേഷനിലേക്ക് പോകുന്ന സമയത്ത് എന്താ സംഭവിക്കുന്ന, ടെമ്പറേച്ചർ വളരെ കുറവുമായിരിക്കും. ഇതാണ് മൗണ്ടൈൻ ബാരിയർ എന്ന് പറയുന്നത്. ക്ലൈമറ്റിനെ എഫക്റ്റ് ചെയ്യുന്ന വേറൊരു ഫാക്ടർ എന്ന് പറയുന്നത് മൗണ്ടൈൻ ബാരിയർ എന്ന് പറയുന്നത്. അപ്പോൾ മൗണ്ടൈൻ ബാരിയർ എന്ന് പറയുന്ന സമയത്ത് മൗണ്ടൈൻ ഒരു ബാരിയർ ആയിട്ട് ആക്ട് ചെയ്യുന്നു. എപ്പോഴും വിൻഡ്വാർഡ് സ്ലോപ്പിലായിരിക്കും പ്രസിപ്പിറ്റേഷൻ കൂടുതലും, ലീവാർഡ് സൈഡിൽ പ്രസിപ്പിറ്റേഷൻ കുറവുമായിരിക്കും. നാലാമത്തത് ഓഷ്യൻ കറൻറ്റാണ്. എന്താ ഓഷ്യൻ കറൻറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്, മൂവ്മെൻറ്റ് ഓഫ് സീ വാട്ടർ. അതാണ് ഓഷ്യൻ കറൻറ്റ് എന്ന് പറയുന്നത്. സീ വാട്ടറിൻ്റെ മൂവ്മെൻറ്റിനെയാണ് ഓഷ്യൻ കറൻറ്റ്സ് എന്ന് പറയുന്നത്. അപ്പോൾ എയർ ട്രാവലിംഗ് ഓവർ ദി കോൾഡ് ഓഷ്യൻ കറൻറ്റ്, ഒരു കോൾഡ് ഓഷ്യൻ കറൻറ്റ് ആണുള്ളതെങ്കിൽ അതിന് മുകളിലൂടെ പോകുന്ന എയർ എപ്പോഴും എന്ത് ചെയ്യുന്നു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എയറിനെ സ്റ്റെബിലൈസ് ചെയ്യും. ഒരിക്കലും ക്ലൗഡ് ഫോർമേഷൻ ഉണ്ടാവുന്നില്ല, അതുകൊണ്ട് തന്നെ പ്രസിപ്പിറ്റേഷൻ ഉണ്ടാവുകയും ചെയ്യുന്നില്ല. കോൾഡ് ഓഷ്യൻ, തണുത്തൊരു ഓഷ്യൻ കറൻറ്റാണ് ഉള്ളതെങ്കിൽ അതിന് മുകളിലൂടെ സഞ്ചരിക്കുന്ന എയർ പാർട്ടിക്കിൾസുകൾ എപ്പോഴും സ്റ്റെബിലൈസ് ചെയ്യാനാണ് നോക്കുന്നത്. ഒരിക്കലും ക്ലൗഡ് ഫോർമേഷൻ നടക്കുകയോ പ്രസിപ്പിറ്റേഷൻ ഉണ്ടാവുകയോ ചെയ്യില്ല എവിടെ, കോൾഡ് ഓഷ്യൻ കറൻസിൻ്റെ അവിടെ. നേരെ മറിച്ച് വാം ഓഷ്യൻ കറൻസിന് മേലെ കൂടെ സഞ്ചരിക്കുന്ന എയർ മാസം പ്രൊമോട്ട് പ്രസിപ്പിറ്റേഷൻ ഉണ്ടാവുകയും ചെയ്യും. വാം ഓഷ്യൻ കറൻസിലൂടെ സഞ്ചരിക്കുന്ന അതിന് മുകളിലൂടെ സഞ്ചരിക്കുന്ന എയർ മാസ് എപ്പോഴും എന്ത് ചെയ്യുന്നു എന്ന് പറഞ്ഞാൽ പ്രസിപ്പിറ്റേഷൻ ഉണ്ടാക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ഓഷ്യൻ കറൻസും ഒരു ക്ലൈമറ്റ് എഫക്റ്റ് ചെയ്യുന്ന ഫാക്ടേഴ്സാണ്. കോൾഡ് ഓഷ്യൻ കറൻസിൻ്റെ ആ ഒരു ഭാഗത്ത് ഒരിക്കലും എന്ത് സംഭവിക്കില്ല എന്നാണ് പറയുന്നത്, പ്രസിപ്പിറ്റേഷൻ ഉണ്ടാവുകയില്ല. പ്രസിപ്പിറ്റേഷൻ നടക്കുന്നത് ഇവിടെ മാത്രമായിരിക്കും, വാം ഓഷ്യൻ കറൻസിൻ്റെ അവിടെ മാത്രമായിരിക്കും. നെക്സ്റ്റ് വൺ വെജിറ്റേഷനാണ്. വെജിറ്റേഷൻ എന്ന് പറയുന്നത് ഇൻഫ്ലുവൻസ് ലോക്കൽ സൈറ്റ് ക്ലൈമറ്റ്. തീർച്ചയായിട്ടും വെജിറ്റേഷൻ, അപ്പോൾ നമ്മളിപ്പോൾ ഒരുപാട് ചെടികളൊക്കെ വയ്ക്കുകയാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവിടെ തീർച്ചയായിട്ടും എന്താണ്, ഒരു പ്രദേശത്തെ അല്ലെങ്കിൽ ആ ലോക്കലായിട്ടുള്ള ആ സ്ഥലത്തുള്ള ക്ലൈമറ്റിനെ എഫക്റ്റ് ചെയ്യും അല്ലേ. ഇറ്റ് ഈസ് എൻ ഇമ്പോർട്ടൻറ്റ് എലമെൻറ്റ് ഇൻ ദി ഡിസൈൻ ഓഫ് ഔട്ട്ഡോർ സ്പേസ് ആസ് ഇറ്റ് പ്രൊവൈഡ്സ് ദ ഷെയ്ഡ്സ് ഫ്രം സൺ. ധാരാളം ചെടികളുള്ള ഒരു നമ്മുടെ വീട് തന്നെ നോക്കുകയാണെങ്കിൽ ചുറ്റും ഒരുപാട് മരങ്ങളും ചെടികളും ഉണ്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്തായിരിക്കും, പൊതുവേ ക്ലൈമറ്റ് അല്ലെങ്കിൽ അറ്റ്മോസ്ഫിയർ പൊതുവേ എന്തായിരിക്കും, ചൂട് കുറവായിരിക്കും. നേരെ മറിച്ച് വീട്ടിന് ചുറ്റും ഒരു ചെടിയോ മരമോ ഒന്നും തന്നെ ഇല്ലെങ്കിൽ എന്തായിരിക്കും, ചൂട് കൂടുതലായിരിക്കും അല്ലേ. ദ ട്രീസ് ആൻഡ് വെജിറ്റേഷൻസ് ഫോം ആൻ ഇൻ്റർമീഡിയറ്റ് ലെയർ ബിറ്റ്വീൻ ദി എർത്ത് സർഫസ് ആൻഡ് അറ്റ്മോസ്ഫിയർ. ട്രീസോ അല്ലെങ്കിൽ വെജിറ്റേഷൻസൊക്കെ എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എർത്ത് സർഫസും അറ്റ്മോസ്ഫിയറും തമ്മിലുള്ള ഒരു ഇൻ്റർമീഡിയറ്റ് ലെയർ ആയിട്ട് ആക്ട് ചെയ്യുന്നുണ്ട്. സൂര്യനിൽ നിന്ന് ആ ഒരു സോളാർ റേഡിയേഷൻ്റെ അളവ് കുറയ്ക്കുന്നതിൽ നല്ലൊരു ഇമ്പോർട്ടൻ്റ് റോള് വെജിറ്റേഷൻ വഹിക്കുന്നുണ്ട് എന്ന് പറയാം. അപ്പോൾ വെജിറ്റേഷൻ എന്ന് പറയുന്നത് ഒരു അഞ്ചാമത്തെ ഒരു ഫാക്ടറാണ്. 3 ഡയമെൻഷണൽ ഒബ്സ്റ്റക്കിളാണ്. 3 ഡയമെൻഷണൽ ഒബ്സ്റ്റക്കിൾ എന്ന് പറയുമ്പോൾ ഇപ്പോൾ പല ബിൽഡിങ്സുകളൊക്കെയാണെന്ന് വിചാരിക്കാം. ധാരാളം ബിൽഡിങ്സുകളുണ്ടെങ്കിൽ അതെന്ത് ചെയ്യുന്നു, എയറിൻ്റെ മൂവ്മെൻറ്റിനെ ഇൻഫ്ലുവൻസ് ചെയ്യുന്നുണ്ട്. പല ഷീറ്റ്സുകളുണ്ടാക്കും, നിഴലുകളുണ്ടാവും. അതുകൊണ്ട് തന്നെ അവിടെ ഉണ്ടാകുന്ന അറ്റ്മോസ്ഫിയറിൽ അല്ലെങ്കിൽ ആ ക്ലൈമറ്റിൽ എന്ത് ചെയ്യുന്നുണ്ട്, ചേഞ്ചസ് വരാം. അതാണ് 3 ഡയമെൻഷണൽ ആയിട്ടുള്ള പല ഒബ്സ്റ്റക്കിൾസ് അല്ലെങ്കിൽ പല ഒബ്ജക്റ്റുകളും ഉണ്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് തീർച്ചയായിട്ടും ക്ലൈമറ്റിനെ എഫക്റ്റ് ചെയ്യും എന്ന് പറയാൻ പറ്റും. അപ്പോൾ ഇതൊക്കെയാണ് ഫാക്ടേഴ്സ് എഫക്റ്റിംഗ് ക്ലൈമറ്റ് എന്ന് പറയുന്നത്. ഫസ്റ്റ് വൺ എന്ന് പറയുന്നത് ലാറ്റിറ്റ്യൂഡ് പറഞ്ഞു, സെക്കൻഡ് വൺ ഡിസ്റ്റൻസ് ഫ്രം ലാൻഡ് ആൻഡ് വാട്ടർ എന്ന് പറഞ്ഞു, തേർഡ് വൺ എന്ന് പറയുന്നത് മൗണ്ടൻ ബാരിയർസ്, ഫോർത്ത് വൺ എന്ന് പറയുന്നത് ഓഷ്യൻ കറൻസ്, ഫിഫ്ത്ത് വൺ വെജിറ്റേഷൻ, സിക്സ്ത് വൺ 3 ഡയമെൻഷണൽ ഒബ്സ്റ്റക്കിൾസ് എന്ന് പറയുന്നത്. ഇത്രയുമാണ് ഫാക്ടേഴ്സ് എഫക്റ്റിംഗ് ക്ലൈമറ്റ് എന്ന് പറയുന്നത്. ഇനി അടുത്തത് നമുക്ക് ടൈപ്സ് ഓഫ് വിൻഡ്, അങ്ങനെ കുറച്ച് ടോപ്പിക്കുകളൊക്കെ വരുന്നുണ്ട്. അതെല്ലാം അടുത്ത സെക്ഷനിൽ ഡിസ്കസ് ചെയ്യാം. ഈ ഒരു ടോപ്പിക്കിൽ ഇപ്പോൾ ഇന്ന് ഡിസ്കസ് ചെയ്തത് എന്തൊക്കെയാണ് എലമെൻറ്റ്സ് ഓഫ് വെതർ ആൻഡ് ക്ലൈമറ്റ്, ഫാക്ടേഴ്സ് എഫക്റ്റിംഗ് ക്ലൈമറ്റ്. ഈ 2 ടോപ്പിക്കുകളാണ് ഡിസ്കസ് ചെയ്തത്. സ്റ്റുഡൻസ്, അപ്പോൾ താങ്ക് യു.